കാലം 1998. ശ്രീ മമ്മൂട്ടിക്ക് മൂന്നാമത് ദേശീയ പുരസ്കാരം അംബേദ്കർ എന്ന മൂവിയിലൂടെ നേടിക്കിട്ടിയ വർഷം. അതിനുശേഷം നീണ്ട വർഷങ്ങൾ, ഒരു തവണയല്ല 2 തവണയല്ല 8ഓളം തവണയാണ് അദ്ദേഹം ദേശീയ അവാർഡിൻ്റെ അന്തിമ റൗണ്ടുകളിൽ എത്തിയതും പല കാരണങ്ങളാൽ ആ അവാർഡ് അദ്ദേഹത്തിന് നഷ്ടമായത്. 2001 ഡാനി, 2004 നമ്മുടെ കണ്ണ് നനയിച്ച കാഴ്ച, 2006 കറുത്ത പക്ഷികൾ, 2009 പാലേരി മാണിക്യവും കുട്ടിശ്രാങ്കും, 2014 മുന്നറിയിപ്പ്, 2015 പ്രവാസിയുടെ നോവായ പത്തേമാരി, 2018 കണ്ണീരണിയിച്ച പേരൻപ്, ഒടുവിൽ 2022 നൻപകൽ നേരത്ത് മയക്കം വരെ. 8 തവണ അന്തിമ റൗണ്ടിൽ വന്ന് തഴയപ്പെട്ടിട്ടും ആ പ്രതിഭ തളർന്നില്ല. കാരണം അദ്ദേഹത്തിന് മുന്നിൽ പ്രായം വെറും ഒരു അക്കവും അഭിനയ വിശ്വാസവുമായിരുന്നു. ഒടുവിൽ ഇതാ 2024 ഭ്രമയുഗം എന്ന സിനിമയിലെ അമാനുഷിക പ്രകടനത്തിലൂടെ ആ 4ാമത്തെ ദേശീയ പുരസ്കാരം ശ്രീ മമ്മൂട്ടി നേടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിയ 2 നടന്മാരേ ഉള്ളൂ. ഒന്ന് ബോളിവുഡിലെ ബിഗ് ബി, സാക്ഷാൽ അമിതാഭ് ബച്ചൻ. മറ്റൊന്ന് നമ്മുടെ സ്വന്തം ശ്രീ മമ്മൂട്ടി. മലയാളികൾക്ക് അഭിമാനിക്കാം. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അലക്സാണ്ടർ വരുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നത് രാജാ ചെയ്യർതാ சொல்றது மட்டும்தான் செய்யும். എന്റെ ആക്ഷന് കട്ട് പറയാൻ ഇവിടെ ഒരുത്തനുമായിട്ടില്ല. മരിക്കുന്ന വടയും ഞാൻ തരുന്നു.